Okay, welcome back. Okay. Okay, I hope everyone will be joining. So now we have finished our first level. Next, we will come with the wedge friction. So we'll see what is a wedge friction. I think most of you have joined, so we can start. Okay. So wedge friction. So what is a wedge friction? എന്താണ് വെഡ്ജ് ഫ്രിക്ഷൻ? ഇപ്പോൾ വെഡ്ജ് എന്താണെന്നൊക്കെ അറിയാം. അപ്പം അതിനു വേണ്ടി നമുക്കിപ്പം ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. ഓക്കെ, ഓക്കെ. മാളവിക, മാളവിക, ആ എന്താ ഈ സാധനം വല്ലതും പിടികിട്ടിയ? അത് കണ്ടിട്ട് എന്താട്ടാ തോന്നേ? മരത്തിന്റെ അടിഭാഗം. ആ, ഒരു മരം പോലെ അല്ലേ? ഓക്കെ, അപ്പം ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഇതൊരു മരം പോലാണ്. അപ്പൊ ഇതിനകത്ത് ഒരു മരം ചെറുതായിട്ട് ഇങ്ങനെ വിള്ളൽ പോലുണ്ട് അല്ലേ? ഈ മരം മുറിക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും. അതായത് സംവാട്ട് ലൈക്ക് ദിസ്. അതായത് ഇങ്ങനെയുള്ള ഒരു സാധനം. ഓക്കെ, ഇതെടുത്തിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? ഒരു ചുറ്റിക, നല്ലൊരു വലിയ ചുറ്റിക എടുത്ത് ചുറ്റിയെടുത്ത് എവിടെയെന്നങ്ങനെ അടിക്കും അല്ലേ? അങ്ങനെ അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതങ്ങോട്ട് പൊളിയും അല്ലേ? അപ്പം അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു മെറ്റീരിയൽ, ഇതിനെയാണ് നമ്മൾ വെഡ്ജ് എന്ന് പറയും. വെഡ്ജ്.
അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിനെ പറയും ആപ്പ്. മൊബൈൽ ആപ്പ് അല്ല, അല്ലാതെ ആപ്പ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്, ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഉണ്ട്. ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പം ആ മെറ്റീരിയൽ ഇടയ്ക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലേക്ക് നമ്മളെന്താണ്, വേറൊരു കോമ്പണൻറ്റ്, ഇതുപോലൊരു കോമ്പണൻറ്റ് നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറുതാണ് അല്ലേ. ഇങ്ങോട്ട് വരുന്തോറും ഗ്യാപ്പ് കൂടി കൂടി വരും അല്ലേ, ആണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു കോമ്പണൻറ്റ് നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ, പർട്ടിക്കുലർ ഡയറക്ഷനിൽ വി അപ്ലൈ എ ഫോഴ്സ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, വാട്ട് ഹാപ്പൻസ് ഇസ് this particular gap increases, so it may push this components towards the opposite direction. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് പൊട്ടി വരും അല്ലേ. അങ്ങനെയാണ് ഇവിടെയും ഇതേപോലെ ഇങ്ങനെ ഒരു ആപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു വരും. അങ്ങനെയാണ് നമ്മൾ മരം മുറിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ, കണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമ്പണൻറ്റിയാണ് നമ്മൾ എന്താ പറയുക, വെഡ്ജ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ വെഡ്ജ്, ഈ വെഡ്ജിൻ്റെ പ്രോപ്പർട്ടി, ഇപ്പോൾ വെഡ്ജ് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെഡ്ജിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫ്രിക്ഷൻ വരുന്നത് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ, ഹൗ വി ക്യാൻ യൂസ് ദിസ് വെഡ്ജ് ഫോർ ലിഫ്റ്റിംഗ് ദ ഹെവി ലോഡ്സ്. സോ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൾ, വാട്ട് വി ഡു ഇസ് വി ഹാവ് ടു ലിഫ്റ്റ് ഹ്യൂജ് ലോഡ്സ്. ഇപ്പം നല്ല വെയിറ്റുള്ള ലോഡുകൾ, ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റ് അല്ലേ, വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ്, ഇതിനെ നമുക്ക് പൊക്കണം, ഉയർത്തണം. അപ്പം അതിനുവേണ്ടി ഇതേപോലെ വെഡ്ജിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പൊക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we'll see. That is, suppose you have a surface like this. This is a surface, floor, and a vertical wall. A vertical wall ഉണ്ട് ഇങ്ങനെ. ഇനി സപ്പോസ് suppose you have to lift the load through this wall. അപ്പം ഇങ്ങനെ ഒരു നല്ല വെയിറ്റ് ഉള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിനെ നമുക്ക് എന്താണ്, മുകളിലേക്ക് മൂവ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് മാറ്റും. അതായത് ചെറിയൊരു വേരിയേഷൻ വരുത്തും. അതായത് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ വെഡ്ജ് കൊടുക്കുകയാണ്. അതായത് നേരത്തെ നമ്മളൊരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആപ്പ് പോലെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു വെഡ്ജ്, നമ്മൾ വെഡ്ജിന് ഇങ്ങനൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഫോഴ്സിൽ ഒരു പി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ വെഡ്ജ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. ഈ ഡയറക്ഷനിൽ ഈ വെഡ്ജ് മൂവ് ചെയ്യും. വെഡ്ജ്, ഇതാണ് വെഡ്ജ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലോഡ്, ലിഫ്റ്റ് ചെയ്യേണ്ട ലോഡ്
ഓക്കെ. അപ്പോൾ വെഡ്ജ് ഈ പറഞ്ഞ ഡയറക്ഷനിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വെർട്ടിക്കൽ വാളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ്, തുടക്കത്തിൽ ഈ ഒരു പോയിന്റിൽ എത്രയാണ്, ഇവിടെ ഇതിൻ്റെ ഗ്യാപ്പ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് വരുന്തോറും ഗ്യാപ്പ് കൂടി 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 വരും അല്ലേ, ഇൻക്രീസിംഗ്ലി ആണ് അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും തോറും എന്താണ്, ഈ ഇവിടുത്തെ ഗ്യാപ്പ് കൂടി കൂടി വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഈ ലോഡ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്നത് എന്താണ്, ലോഡ് ഈസ് മൂവിങ് അപ്വേർഡ്സ് ആൻഡ് ദ വെഡ്ജ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇനി വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാനില്ല. നമുക്ക് എവിടൊക്കെയാണ് ഫ്രിക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റബ്ബിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഇവിടെ ഒരു റബ്ബിംഗ് സർഫസ് വരുന്നുണ്ട് അല്ലേ, അതേപോലെ ഇവിടെ ഒരു റബ്ബിംഗ് സർഫസ് വരുന്നുണ്ട്, അതുപോലെ ഇവിടെയും ഒരു റബ്ബിംഗ് സർഫസ് വരുന്നുണ്ട്. അവിടെയൊക്കെ ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുക. എങ്ങനെയായിരിക്കും, ഇവിടെ ഒരു നോർമൽ ഉണ്ടെങ്കിൽ, നോർമൽ ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി N1. ദെൻ ഈ ബോഡി നമുക്കിപ്പം ലോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വി ഹാവ് ഗോട്ട് 2 കോമ്പണൻസ്. എന്തൊക്കെയാണ്, ലോഡ് ഉണ്ട്, അതേപോലെ വെഡ്ജ് ഉണ്ട്. ഇനി ഓരോന്നിൻ്റെയും ഫ്രീ ബോഡി ഡയഗ്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സാധാരണ പ്രോബ്ലം പോലെ തന്നെ, വേറെ ഒന്നും ആലോചിക്കേണ്ട. സോ വൈൽ വി ആർ കൺസിഡറിങ് ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ലോഡ്, വി അസ്യൂം ദാറ്റ് ലോഡ് ഇസ് മൂവിങ്. സോ ഈ ലോഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, മുകളിലേക്കാണ് അല്ലേ. സോ ദ ലോഡ് ഇസ് മൂവിങ് അപ്വേർഡ്സ്, സോ ദ ഫ്രിക്ഷൻ വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇതായിരിക്കും ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ. ദ വാല്യൂ വിൽ ബി, ഇപ്പോൾ ഈ ഒരു സർഫസിലെ മ്യൂ എന്ന് പറയുന്നത് ഇപ്പം μW ആണെന്ന് കരുതുക, മ്യൂ ഇൻ ദ വാൾ μW, അങ്ങനെയാണെങ്കിൽ μW ഇൻറ്റു N1 അതായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷൻ. ഇനി ഈ ഒരു സർഫസ് അല്ല പോട്ടെ, ഏറ്റവും ബോട്ടം താഴത്തെ സർഫസിൽ എന്താ സംഭവിക്കുന്നത്, ദ വെഡ്ജ് വി ആർ അല്ലെങ്കിൽ പോട്ടെ, ഇപ്പോൾ ലോഡിൻ്റെ കേസിലാണ്, ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും, ഇവിടെ ഒരു നോർമൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യാം. ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുമ്പോൾ വൈ വി കൺസിഡർ ദ ലോഡ്, ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ലോഡിൻ്റെ വെയിറ്റ് ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ വെയിറ്റ് W, ദ നോർമൽ N1, ഫ്രിക്ഷൻ ഹിയർ എന്താണ് μW ഇൻറ്റു N1. ഈ ഒരു സർഫസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, ആക്ച്വലി ശ്രദ്ധിച്ച് നോക്കുക, എന്താണ്, വെഡ്ജ് ഇസ് മൂവിങ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലേ. വെഡ്ജ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ലോഡ് അവിടെ തന്നെ നിൽക്കുന്നു. ആയിരിക്കും എങ്ങനെയാണ്, വെഡ്ജ് സ്റ്റേഷനറി ആയിട്ടിരുന്നിട്ട് ലോഡ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ. ഓക്കെ. അപ്പോൾ ഈ ഒരു സർഫസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, എങ്ങനെയാണ് അതിൻ്റെ റബ്ബിങ് നടക്കുന്നത്. അതായത് പി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വെഡ്ജ് മൂവ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ആയിരുന്നു, ലോഡ് അവിടെ തന്നെ നിന്നിട്ടാണ് പൊങ്ങുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോഡ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, ലോഡ് ഇസ് മൂവിങ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, സോ ദ ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഫ്രിക്ഷൻ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി അവിടുത്തെ നോർമൽ എന്ന് പറയുന്നത് N2 ആണെങ്കിൽ എന്തായിരിക്കും, ഇനി അവിടെ ഉള്ള മ്യൂ എന്ന് പറയുന്നത് മ്യൂ ബിറ്റ്വീൻ ദ ബ്ലോക്സ്. അപ്പോൾ അത് നമുക്ക് മ്യൂ ബി എന്നിരിക്കട്ടെ, ബി മ്യൂ ബി ആണെങ്കിൽ മ്യൂ ബി ഇൻറ്റു N2. ഓക്കെ. ഇതാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം, ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ലോഡ്. നൗ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് വെഡ്ജ്. ഇനി വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുമ്പോൾ, വെഡ്ജിന് ഇവിടെ ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പാണുള്ളത്, ചിലപ്പോൾ അത് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഇവിടെ ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പാണ്. സോ we'll draw like that. This is the wedge. The forces acting are P. So unless it is mentioned, we take the weight of the wedge as 0. നമ്മൾ വെഡ്ജിൻ്റെ വെയിറ്റ് 0 ആയിട്ടാണ് നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുക. കാരണം കൺസിഡർ ചെയ്ത ലോഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ലോഡാണ്. അപ്പം കമ്പയർഡ് ടു ദ ലോഡ്, ദ വെയിറ്റ് ഓഫ് ദ വെഡ്ജ് മേ ബി
നെഗ്ലിജിബിൾ, അതുകൊണ്ട് നമ്മൾ 0 ആയിട്ടാണ് എടുക്കുക. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ വെഡ്ജിന് വെയിറ്റ് തരും. അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വെയിറ്റും കൂടെ കൺസിഡർ ചെയ്യണം, സാധാരണ പോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ വെയിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ വെയിറ്റ് തന്നിട്ടില്ല എങ്കിൽ വെയിറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. നൗ ഇവിടെ 2 റബ്ബിംഗ് സർഫസ് വരുന്നുണ്ട്. സിമിലർലി ഈ ഒരു കേസിൽ നമ്മൾ നോക്കുന്നു, വി ആർ കൺസിഡറിങ് ദ വെഡ്ജ്. സോ വി ആർ അസ്യൂം ദാറ്റ് വെഡ്ജ് ഈസ് മൂവിങ്. സോ ദ ഡയറക്ഷൻ ഓഫ് ദ വി ടേക്ക് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്രിക്ഷൻ ഇൻ ദാറ്റ് മാനർ. ഓക്കെ, അപ്പോൾ വെഡ്ജ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. സോ ഇൻ ദിസ് സർഫസ് we can see the normal acting in this particular direction, that is N2, and here the wedge is moving towards this particular direction, so the friction will be in the opposite direction as shown here, and it will be here. ഈ രണ്ട് സർഫസിൻ്റെ ഇടയ്ക്കുള്ള മ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മ്യൂ ബി എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? മ്യൂ ബി ഇൻറ്റു N2. ഓക്കെ, ഇനി താഴത്തെ സർഫസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? ഒരു നോർമൽ ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി N2, സോറി ബി N3. ഇവിടുത്തെ മൂവ്മെൻറ്റ്, റിലേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? അതായത് വെഡ്ജ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, അല്ലേ? ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ദെർഫോർ ദ ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലൈക്ക് ദിസ്. ഇനി ഇവിടെ ഫ്ലോർ ആണ്, അല്ലേ? ഫ്ലോറിലെ മ്യൂയുടെ വാല്യൂ ഇപ്പം മ്യൂ എഫ് ആണെന്ന് കരുതുക. ലെറ്റ് ബി എഫ്, മ്യൂ എഫ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ വിൽ ബി മ്യൂ എഫ് ഇൻറ്റു N3. ദിസ് വിൽ ബി ദ ഫ്രീ ബോഡി ഡയഗ്രം. പിന്നെ ഇങ്ങനെ നമുക്ക് വൺസ് ഇഫ് വി ഗെറ്റ് ദ ഫ്രീ ബോഡി ഡയഗ്രം, ദെൻ യൂസിങ് ദ റിലേഷൻ, സെയിം റിലേഷൻസ്, ദാറ്റ് ഇസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 implies sigma fy equal to 0 implies you will get 2 relations each, and solving those 4 relations you will get the unknowns. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വി ടേക്ക് ദ വാല്യൂ ഫോർ വെഡ്ജ് ഓർ ദ വെയിറ്റ് ഓഫ് ദ വെഡ്ജ് ആസ് 0. ഓക്കെ, അൺലെസ് ഇറ്റ് ഈസ് മെൻഷൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫിഗർ വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ. GPS signal lost. Okay, now we can do one problem, right? So take down this question. Find the horizontal force capital P on the 10-degree wedge shown in the figure to raise the load 1500 Newton. The coefficient of friction is 0.3 at all contact surfaces, and draw this figure.
So have you finished the question? Please respond. എന്തുപറ്റി എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ടങ്ങ് ഉച്ചമയക്കത്തിലായി പോയാ? ആരുടെ ഒരു അനക്കമില്ലല്ലോ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? Okay, fine. So now we'll see how we can do this problem. Simple question ആണ്, direct question ആണ്. So here in the question it is given, find the horizontal force P. So you have to find the force P, capital P, on the 10-degree wedge. 10-degree wedge means the angle here is 10 degree. So on the figure, to raise the load of 1500 Newton. So weight of load is given as 1500 Newton. The coefficient of friction is 0.3 at all contact surfaces. That means mu in this surface, and this surface. That is, in the previous case we have given mu b, sorry, mu w, mu at the wall, and mu b here, and mu floor, mu f here. So these three are same, that is 0.3. And in the question it is not given the or not mentioned about the weight of the wedge. So we will assume that the weight of the wedge as 0. So we are not considering the weight for the wedge while considering the free body diagram. Now we will draw the free body diagram one by one, and we will have the equation. So I think you can do by yourself. Anyway, those who can draw the free body diagram of your own, you can start now itself. I may also write it. Okay. I think you can try it. So the free body diagram of first one, the load. So free body diagram of load 1500 Newton. Okay, so that is the first one, this particular load. So you have to draw this figure, first one. So let it be like okay. Now the forces acting on the load, that is first one, the weight, capital W, then normal force, here the normal, that is N1. Now the load is moving in which direction? It is moving in the upward direction, right? Therefore the friction is in the opposite direction. This direction, and the value of which will be mu into, here mu is 0.3, so 0.3 into N1, and in this surface, wedge is moving in this direction, but we are considering the free body diagram of the load, so we assume that the load is moving in this particular direction. So friction will be in the opposite direction. So
friction is in the opposite direction. That is in this particular direction. And the value is 0.3. Before that, the normal let it be n1. So here the friction will be 0.3 into n1, and it is acting at an angle 10. This angle is also 10 degree. അതെങ്ങനെയായിരുന്നു വന്നത്? നമ്മൾ പറഞ്ഞല്ലേ, if two lines are making at an angle theta, then their perpendiculars will also make the same angle അല്ലേ? അങ്ങനെ നമുക്ക് 10 degree കിട്ടി. Now considering this, we will write the equilibrium equations as എന്താണ്? Sigma fx equal to 0 implies എന്താ കിട്ടുക? n1 minus 0.3 n2 cos 10 minus n2 sin 10 equal to 0, or we can group it. n1 plus, take the common from n2, minus 0.3 cos 10 minus sin 10 into n2 equal to 0. ഇങ്ങനെ ആക്കുന്ന വേറെ ഒന്നുമല്ല, നമുക്ക് കാൽക്കുലേറ്ററിലേക്ക് ഇടുമ്പോൾ ഡയറക്റ്റ് ഈ ഒരു വാല്യൂ ഇതേപോലെ അങ്ങ് ഇട്ടാൽ മതി. ഇത് പ്രത്യേകം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണ്ട, ഇത് അതേപോലെ അങ്ങ് കാൽക്കുലേറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. Now sigma fy equal to എങ്ങനെ? ഫിഗറിൽ രണ്ടും n1 എന്നല്ലേ ഉള്ളത്? ഓ സോറി n2 ആണ്. This one is n2 പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, n2 ആണേ. ഓക്കെ, sigma fy equal to 0 implies y components നമുക്ക് എഴുതാം. minus 0.3 n1 minus 0.3 n2 sin 10 plus n2 cos 10 minus 1500 equal to 0. or ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. 0.3 n1 minus 0.3 n1 plus minus 0.3 sin 10 plus cos 10 into n2 equal to 1500. Equation number 2. Now solving 1 and 2, we will get n1 as 888.4445 Newton and n2 as 1893.9725 Newton. Okay, so considering the free body diagram of the load, you will get two relations like this, and on solving both equations, we will get the value for n1 and n2 as this. So I think you have completed up to this, right?
So after that, then you have to consider the free body diagram of the wedge. So in the next level, now we are going to consider the free body diagram of wedge. So now we are considering the free body diagram of wedge. So for the wedge, so here the weight is not mentioned, so we are not taking the weight. So other forces, the applied force P is acting, and these two surfaces, there are two normal forces and the frictional forces, and here we are Sir. considering the പറഞ്ഞു സാറേ ആ വെഡ്ജിന് അന്നേരം ലോഡിന്റെ വെയിറ്റ് വരൂലേ? വെഡ്ജിന് ലോഡിന്റെ വെയിറ്റ് വെഡ്ജിന് എഫക്റ്റ് വരും എഫക്റ്റ് ഉണ്ട്. ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ, ആ വെയിറ്റിന്റെ എഫക്റ്റ്, വെയിറ്റും പിന്നെ വേറെ കുറെ എഫക്റ്റ് എല്ലാം കൂടെ ചേർന്നാണ് ആ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ നോർമൽ റിയാക്ഷനകത്താണ്, അതായത് ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ N1 എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നില്ലേ, സോറി N2 എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്നില്ലേ, ലോഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു നോർമൽ റിയാക്ഷൻ. അതായത് നമ്മളിപ്പോൾ പറയാറില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കാൻ കാരണം എന്താണ്, അയാളുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമ്പം അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന പറഞ്ഞു അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു ലോഡ് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന N2. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ N2 ആക്ട് ചെയ്യുന്നത്. ഈ സെയിം N2 തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക, ഈ വെഡ്ജിലേക്കും ആക്ട് ചെയ്യും, നോർമൽ ആക്ടിങ്ങിന് ആക്ട് ചെയ്യും. ഇതിനകത്ത് എന്താണ്, ആ വെയിറ്റിന്റെ കോമ്പണന്റും കൂടെ വരും, വെയിറ്റിന്റെ എഫക്റ്റും കൂടെ ഇതിലേക്ക് വരും. സെയിം N2 ആയിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, N2 ആക്ട് ചെയ്യും. കാരണം ഇവിടെ N2 കിട്ടിയേക്കുന്നത് എങ്ങനെയാണ്, ഈ വെയിറ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ്, വെയിറ്റ് ഓഫ് ദ ലോഡ് 1500 കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. വെയിറ്റ് മാറുന്നതിനനുസരിച്ച് എന്താണ്, 1500 പകരം ഇപ്പം 2000 ആണെങ്കിൽ അതിനനുസരിച്ച് N2 മാറിയേനെ, N2 കുറച്ചും കൂടെ കൂടുതൽ വന്നേനെ. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് ഇവിടെ വരുന്നുണ്ട് N2. ഇനി ഈ വെഡ്ജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്, ഈ ഒരു സർഫസിൽ ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. വാല്യൂ വിൽ ബി എന്തായിരിക്കും, mu ഇൻറ്റു N2, mu ഇസ് 0.3, 0.3 ഇൻറ്റു N2. ഇനി സിമിലർലി താഴത്തെ സർഫസിൽ എന്തായിരിക്കും, നോർമൽ ആക്ട് ചെയ്യുന്നുണ്ട്, നോർമൽ റിയാക്ഷൻ. ഇറ്റ് വിൽ ബി, നമ്മൾ കൊടുത്ത പേര് തന്നെ N3. ഇവിടെയും എന്താണ്, വെഡ്ജ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ മൂവിങ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. അതുകൊണ്ട് ഫ്രിക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. So this is in this particular direction, and the value is, magnitude is എന്തായിരിക്കും, mu into നോർമൽ, അതായത് N3. ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ആയില്ല. ഇനി എന്താണ്, ഒരു അപ്ലൈഡ് ഫോഴ്സും കൂടെ അല്ലേ, അപ്ലൈഡ് ഫോഴ്സ് ക്യാപിറ്റൽ P, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിയും കൂടെ നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നു. ഇനി സിമിലർ ഫാഷനിൽ സിഗ്മ എഫക്സും സിഗ്മ FY = 0 കൊടുക്കുക, അതിനകത്ത് നിന്ന് പിയുടെ വാല്യൂ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയേ.
n2ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് question number 3. Now sigma f y equal to 0 implies 0.3 into sin 10 minus n2 cos 10 plus n3 equal to 0. Okay, here we know the value for n2, so while substituting similar value you will get n3 as 1766.5333 meter. And substituting this in the previous relation, you will get the value for p also. Okay, ആ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. ആൻസർ കിട്ടുന്നവർ ആ ചാറ്റ് ബോക്സിൽ വന്നിടുക. വാല്യൂ ഫോർ പി. ആ പറഞ്ഞോ. N2 ഇല്ലേ? ഏതാ പറയട്ടെ. കേൾക്കുന്നില്ല. N2 എങ്ങനെയാ കണ്ടുപിടിച്ചേ? n2 നമുക്ക് ഫസ്റ്റ് ലോഡിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്തില്ലേ? അപ്പൊ നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടി അല്ലേ? അപ്പൊ രണ്ട് റിലേഷൻസ് എന്താണ്? ഓഫ് അൺനോൺ n1 ആൻഡ് n2. അത് രണ്ടും സോൾവ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് n1ന്റെയും n2ന്റെയും വാല്യൂ കിട്ടിയായിരുന്നു. ഇവിടെ കണ്ടോ, n2ന്റെ വാല്യൂ ഇവിടെ കിട്ടിയായിരുന്നു. പിന്നീട് നമ്മൾ വെഡ്ജിന്റെ കൺസിഡർ ചെയ്തപ്പോൾ അതേപോലെ രണ്ട് റിലേഷൻ കിട്ടി. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു n2 ഉണ്ടായിരുന്നു. ആ n2ൽ ഈ വാല്യൂ എടുത്തിട്ടു. ഈ 1893 പോയിന്റ് ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് n3യും പിയും മാത്രമുള്ള ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, അങ്ങനെ കിട്ടി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നമ്മുടെ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ഇംപ്ലീസ് നമ്മളൊരു ഇക്വേഷനോടെ കൺസിഡർ ചെയ്തു. അപ്പൊ ഇവിടെയും ഒരു n2 ഉണ്ട്, എന്താണ് n3 ഉണ്ട്. n2 ഓൾറെഡി നമുക്ക് അറിയാം. n2 എവിടെയാണ്? അതെ, ഈ 1893.9725 ആണ്. അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് n3യുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് n3 അറിയാം, n2 അറിയാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പിയുടെ വാല്യൂ കിട്ടും അല്ലേ? അങ്ങനെ പിയുടെ വാല്യൂ കിട്ടും. പിയുടെ വാല്യൂ എത്ര കിട്ടിയേ? ഓക്കെ, ബ്രേക്ക് ആയി അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. പിയുടെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം. ജസ്റ്റ് പിയുടെ വാല്യൂ 1418.4045 ന്യൂട്ടൺ. ഇത് കിട്ടണം. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ അറ്റൻഡൻസിൽ നേരത്തെ വരാഞ്ഞ രണ്ടുപേരായിരുന്നു. സഹില നൂറ പ്രസന്റ് ആണോ? സഹില നൂറ? യെസ് സർ, പ്രസന്റ് ആണ്. നേരത്തെ റേഞ്ച് പോയതാ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ. ഓക്കെ, ആ സമയത്ത് ഉണ്ടായിരുന്നല്ലേ? ആ ഉണ്ട്. ഓക്കെ, അതേപോലെ ഷിബില്യ ഉണ്ടോ? ഓക്കെ, ആബ്സെന്റ് ആണല്ലേ? ഓക്കെ, താങ്ക് യു. ഇതുവരെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക.